ചെറിയ സൗണ്ട് പോലെ ഉണ്ട്. അടച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ തുറക്കുമ്പോടി ഒരു അവിടെ ഒരു സൗണ്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച എല്ലാം തീർന്നു ഇട്ടേക്കാണ്. നിന്റെ ആവേശം കൊണ്ട് നീ ഉന്തി തുറന്നിട്ടുണ്ടാവും. ആ ആവേശം കൊണ്ടൊന്നല്ല, ഞാൻ തുറക്കുമ്പോ തന്നെ സൗണ്ട് ഉണ്ടേനു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ ഇങ്ങനെ ചാരി വെക്കൂലേറ്റുള്ളൂ. അല്ല, കുറച്ചെന്നാ അടഞ്ഞു പോയിന്. എങ്ങനെയോ അടഞ്ഞതാ. അത് പോട്ട്. അവൻ ഇന്നലെ എന്നോട് ഒന്നും പറയറ്റാ. നോട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ? അതെല്ലാം പോട്ട്. അല്ല, ഞാൻ പറയാ, നീ ഇന്നലെ വന്നത് നെല്ല് കുത്തലില്ലേ എന്റെ? നീ നെല്ല് പറഞ്ഞു. നെല്ല് കുത്തിയാല് എല്ലാം കഴിയുന്നു. അപ്പൊ ഞാൻ നെല്ലുമായിട്ട് തന്നെ വരാം. എങ്ങനെയുണ്ടായിരുന്നു നെല്ലുകുത്ത്? നെല്ലുകുത്തെല്ലാം സൂപ്പർ ആയിരുന്നു. നീ ഇത്രക്കും വിചാരിച്ചിട്ടില്ല, നീ പറഞ്ഞേരം. അല്ലാതെ നെല്ലുകുത്തല് കുത്തെങ്ങനെ ഉണ്ടായിരുന്നില്ലേ? അതല്ലേ പറഞ്ഞേ. അല്ല, അതല്ലേ പറഞ്ഞാല് നല്ല ഉഷാറായിരുന്നു. ഞാൻ ഇത്രയും വിചാരിച്ചിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നേ, ഇത്രയും കാലം ഹോസ്റ്റലിലുള്ള പോലത്തെ കുത്തിലും വ്യത്യസ്തമായിട്ട് വല്ല കുത്തും അനുഭവപ്പെട്ടോ? അനുഭവപ്പെട്ടു. അല്ല, എനക്കൊരു വ്യത്യസ്തമായിട്ട് അനുഭവം വന്നു. എന്നാ വെച്ചാല്, ഇത്രയും കാലം ഇല്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര കൊഴുപ്പും പഴുപ്പൊക്കെ തോന്നിയ നെല്ലിന്റെ ഇത് തുളി ഇളകിപ്പോയതാന്ന്. എങ്ങനെയാ തോന്നിയേ? ഞാൻ വിചാരിച്ച് എല്ലാം എന്താ പറയാ, എല്ലാം ഒഴുകി പുറത്തേക്ക് തീർന്നു പോയി. ഭയങ്കര ഒരു വഴുവഴുപ്പിലുണ്ടായ ഒലക്ക മൊത്തം ഇങ്ങനെ പരണ്ട് നിൽക്കുന്നു. ആ മൊത്തം ഒരു എന്താ പറയാ, നമ്മളെ ഓയിലൊക്കെ പെരണ്ട പോലെ, അതുപോലെ ഒരു അവസ്ഥയാണ്. ഞാൻ പിന്നെ നിന്നോട് പറയാൻ തോന്നിട്ടില്ല. കുറച്ച് ഓയിലും പറ്റിട്ടായിരിക്കില്ല ഇതും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അല്ല, ഓയിലൊന്നും പരത്തിയിട്ടില്ല. ഒലക്കൊണ്ട് കുത്താൻ തുടങ്ങിയ ശേഷമാണ് ഓയിൽ വരണ്ട് വന്നത്. പക്ഷെ സാധാരണ ഉള്ളതിനെ മറ്റ് ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടായാലുണ്ട്. ഇത് കുറച്ച് കൂടുതലാവണ്ടേ. കുറച്ച് ആവേശമോ എനിക്ക് കൂടിപ്പോയോണ്ട് ഇതായതാണ്. നമുക്ക് മറ്റേ ഇത് വരുമല്ലോ. അതാന്നാ ഞാൻ വരുമല്ലോ എന്നുള്ള ആകാംക്ഷയില് ഓയില് വരും പൊട്ടി. ഞാൻ വിചാരിച്ചെന്ന് പറയാ, സമയം എടുത്തതുകൊണ്ട് ഇനി അത് പൊട്ടി കളിക്കാതാവുന്ന സംശയം. അതൊന്നുമല്ല, ഇപ്പൊ പൊട്ടിയിട്ടൊന്നുമില്ല. ഇളകിയിട്ടില്ലല്ലേ? അത് ഇളകിയിട്ടില്ലല്ലേ? ഞാനതാ വിചാരിച്ചത്. അല്ല, ഇത് സൗണ്ട് കുറവുണ്ട്. കുറച്ച് സൗണ്ട് കുറവുണ്ടോ? ശബ്ദം എല്ലാം ഇങ്ങനെ തണുപ്പ് പിടിച്ച പോലെ. അതൊന്നറിയില്ല, എന്റെ മഞ്ഞിനുള്ള ഓട്ടം കൊണ്ടാന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ഓട്ടം എങ്ങനെ കാണുന്നു? നല്ല മഞ്ഞായിരുന്നു. ഓടിച്ചിട്ടുണ്ടാവുക. ഹെൽമെറ്റ് എല്ലാം വെച്ചിന്. ഹെൽമെറ്റ് വെച്ചാലും മഞ്ഞത്തുള്ള ഓട്ടത്തില് ശരിക്കും മഞ്ഞടിക്കും. രാവിലെ തൊട്ടാണ് സൗണ്ടൊക്കെ പോയെ. പിന്നെ സൗണ്ട് എങ്ങനെ പോകാണ്ടിരിക്കണ്ടേ? എങ്ങനെ പോകാണ്ടിരിക്കണ്ടേ? രാവിലെ കുറച്ചൊക്കെ പോകുമ്പോ നല്ല മഞ്ഞല്ലേ? മഞ്ഞ് മാത്രല്ലല്ലോ, സൗണ്ട് മാത്രല്ല, എല്ലാം പോവും ഇങ്ങനെയാകുമ്പോ. അല്ല, ഞാൻ ചോദിക്കുന്നേ, ഞാൻ കൊണ്ടുവന്ന ഇത് കഴിച്ചിട്ടില്ലേ? എന്നിട്ട് കഴിച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ട് പോയി. അല്ല, കഴിഞ്ഞ പിന്നെ അത് പറയാനല്ലേ എന്നോട് ഞാൻ വരുന്നു. പറയാന്നാ വരുന്നത്? അത് ശരി. ഞാൻ വിചാരിച്ച് അതും വേസ്റ്റ് ആയിന്ന്. അല്ല, ഞാൻ തപ്പിപ്പിടിച്ച് മേടിച്ചതാണ്. ഇല്ല മോനെ, അതിന്റെ സന്തോഷത്തിലേനും ഞാൻ. പിന്നെ നീ ഇതെല്ലാം പറഞ്ഞു തുടങ്ങിയത് ഞാൻ വിചാരിച്ചു നിന്നെ വേവലാതിയാക്കിട്ട് പറയാന്ന്. അപ്പൊ നിന്റെ എല്ലാ ടെൻഷനും തീർന്നല്ലോ. അപ്പൊ മനസ്സിലായല്ലേ? ഞാൻ പറഞ്ഞില്ലേ, എന്നോട് ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ?
അവരൊക്കെ അങ്ങനെ പറഞ്ഞ് ചില നേരത്ത് അങ്ങനെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമാക്കണ്ടാന്ന്. ഓഹ്, നിന്റെ ടെൻഷൻ മാറിയില്ലേ? എന്റെ ടെൻഷൻ നിന്നാക്കാണി ടെൻഷൻ എനക്ക്. ഇനി അഥവാ നീ പറഞ്ഞില്ലേ വെച്ച് നീ പണ്ടാരത് നമ്മളെങ്ങാനാണോ അങ്ങനെ വിചാരിച്ചു. നീ പോയി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കഴിച്ച് രാവിലെ നോക്കിയപ്പോ ഉണ്ട് പറയണ്ടേ സൂപ്പറായിട്ട്. അപ്പൊ ആ സാധനം സൂപ്പറല്ലേ? നിന്റെ 2 ദിവസത്തെ അന്നം കൂടി മുട്ടി. അത് ശരിയാണല്ലോ. 2 ദിവസമല്ല 4 ദിവസത്തെ. എല്ലാം മോളെ, അപ്പൊ നീ അവിടെ നിന്ന് ഇപ്പൊ വീട്ടിലേക്ക്, നിന്റെ വീട്ടിലേക്ക് എപ്പോ പോവാ? ഞാനിപ്പോ 2 ദിവസം കഴിഞ്ഞിട്ട് പോകും. ഞാൻ പറഞ്ഞില്ല 2 ദിവസം കഴിഞ്ഞിട്ട് പോകുന്നു. അപ്പോല്ല. അപ്പൊ ഇനി അതുവരെ വെയിറ്റിംഗ് അല്ലേ? സാരമില്ല, 4 ദിവസം വെയിറ്റ് ചെയ്താലെന്നാ. അപ്പോഴത്തേക്ക് നീ ഇതെല്ലാം കണ്ടു വെക്കും. അല്ല, അത് ഞാൻ കണ്ടു വെക്കാം. 4 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണോ? ഇതെന്നാ ഗെയിമാണോ? അതിനെ തന്നെ ഞാൻ പേടിച്ചിട്ട് ഇത്ര നാളു. എന്തിന് കർമ്മോസ് അല്ല, അതിന്റെ പേരെന്തേനു? അല്ല, പപ്പായാണോ എന്റെ നെല്ലുകുത്തലാണോ ഏഷ്യന്ന് എനിക്ക് ഇതേ പൊടിയില്ല. അല്ല, അതിപ്പോ ഞാൻ പപ്പായ തന്നെയാണോ രക്ഷിച്ച അല്ലെങ്കിൽ നെല്ലുകുത്തലാണോ? അതെനിക്കും അറിയില്ല. പപ്പായ ആയിരിക്കും. നെല്ല് പക്ഷേങ്കില് നെല്ലുകുത്ത് ശരിക്കും നെല്ലുകുത്ത് തന്നെയാണല്ലോ. ഒരാളിങ്ങനെ എടുത്ത് കുത്തനെ വെച്ചിട്ടില്ലേ കുത്തിയേ. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ ഐഡിയ അത്. എടാ, ഒരാളെടുത്ത് കുത്തനെ വെക്കുക, എന്നിട്ട് നന്നായിട്ട് നെല്ലങ്ങട് കുത്തിയാല് എങ്ങനെയുള്ളതും അടിയിൽ പിടിച്ചതൊക്കെ ഇളകി അങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് നെല്ലുകുത്തി ചിലപ്പോ നിനക്ക് നടുവൊക്കെ വേദനിച്ച് കാണും. വേദനയുണ്ട്, എന്നാലും സന്തോഷാണല്ലോ. ഇനിയിപ്പം ഞാൻ പപ്പായ ആണോ നെല്ലുകുത്താണോ? പപ്പായൊക്കെ ആണോ താങ്ക്സ് പറയണ്ടേ, അല്ലെങ്കിൽ നെല്ലുകുത്തിയനാണോ അറിയില്ല. ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യാന്ന് ചോദിച്ചിട്ടാ? ഇല്ലല്ല, ഇനി ഇങ്ങനത്തെ പരിപാടിക്കൊന്നുമില്ല. കറക്റ്റ് സമയം ഓർമ്മിച്ച് വെച്ചിട്ട് പറഞ്ഞോളൂ കേട്ടാ. ഇനി ഇത് നീ എന്നെ ടെൻഷൻ ആക്കാൻ പറഞ്ഞല്ലോ. നിനക്ക് അറിയായിരിക്കൂലേ? അയ്യോ, നിന്നെ ടെൻഷൻ ആക്കാൻ പറഞ്ഞില്ല. ഒപ്പാ ഞാൻ ടെൻഷൻ ആക്കുന്ന എനിക്കറിയില്ലേ? നീ ദിവസം വരുന്നല്ലേ. അല്ലാതെ പക്ഷെ എന്നാലും അത് ചിലപ്പോ നിന്റെ അങ്ങേര് കേരി മേഞ്ഞതാണെങ്കിലും. അങ്ങേര് കേരി മേഞ്ഞിട്ടൊന്നുമല്ല. അല്ല, ഇത് സ്വാഭാവികമായിട്ടാണല്ലോ, വരുന്നില്ലല്ലോ. തനിയെ തന്നെ അങ്ങ് പോയല്ലോ. സാധാരണ ഇത് 2-3 ദിവസം ലേറ്റ് ആയതാ. എന്നിട്ടാണ് എന്നാ പേടിപ്പിച്ച്. ശരിക്കും ഞാൻ പേടിച്ചു പോയിട്ടില്ലാന്ന്. എന്തായാലും ഇനി അങ്ങോട്ട് വളരെ ശ്രദ്ധിച്ചോ കേട്ടാ. നീ പറഞ്ഞാലേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. 3-4 ദിവസം ഒന്നും വേണ്ട, നാളെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി വരാം. അയ്യോ, അവൻ ശരിയാവില്ല. നെല്ലുകുത്തണ്ട. പിന്നെ നമ്മക്ക് ചാല് ഇടഞ്ചാലൊക്കെ ഇല്ലേ, ചാലിലൊക്കെ നമുക്ക് തുഴഞ്ഞൂടെ? അയ്യടാ, എന്റെ കാര്യം മാത്രം നടക്കണല്ലേ. അങ്ങനെയല്ല, നേരെ ഇടക്ക് നിന്റെ കാര്യങ്ങൾ നടക്കല്ലോ. ഇല്ല, ചുമ്മാ നമുക്ക് ഈ ഇടക്കുള്ള ഈ ചാലിലൊക്കെ ഒന്നിങ്ങനെ തോണി തുഴയുമ്പോൾ തുഴഞ്ഞു പോയിക്കൂടെ? അതൊന്നും വേണ്ടെന്ന് ഞങ്ങൾക്ക് നോക്കട്ടെ. അങ്ങനെയൊക്കെ തുഴയാ. അന്ന് മുമ്പൊരിക്കൽ നീ എന്നെ തുഴയാൻ പറ്റുന്നല്ലോ. അതെ, അതുപോലെ ഒന്നും കൂടി നമുക്ക് തുഴഞ്ഞാലോ. നന്ന മുട്ടി നിൽക്കുകയാണെങ്കിൽ ഞാൻ ചാടി അങ്ങോട്ട് വരും. അത് തിരക്കേടില്ല, നിനക്ക് മതിയാകുന്നുണ്ടോ? ഞാനോ പഴങ്കഞ്ഞി പോലും ഇല്ലാതെ ഒരാള്, നിനക്ക് ഒരു പഴങ്കഞ്ഞിയും അവിടെ ഉണ്ട്, എന്നിട്ട് പോലും നിനക്ക് മതിയാകുന്നില്ലല്ലോ. ഞാനിപ്പോ പോവല്ലോ. ഞാനിപ്പോ പഴങ്കഞ്ഞിയെങ്കിലും കുടിക്കാൻ പോവല്ലോ. പഴങ്കഞ്ഞിയല്ലേ? അപ്പൊ ഇടക്ക് ഒരു ബിരിയാണി ഞാനല്ലേ കൊണ്ടുത്തരുന്നു. അപ്പൊ
ഞാനിപ്പം വീട്ടിൽ പോകും. ഉം. അന്നേരം ഇങ്ങനെ ചെയ്യാ. അതാ പറഞ്ഞേ, ഞാൻ അവിടെ വരും. നാളെ വരണ്ട. നാളെയല്ല, മറ്റന്നീ പോകുന്നതിന് മുന്നേ ഞാൻ വരാം. ഞാനേതായാലും ഇതൊന്ന് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിക്കുന്നു. അങ്ങനെ പോന്നെ നന്നായി. അല്ലാണ്ട് ആടെ പോയിട്ട് ഉം. ഞാൻ കുറച്ച് ശരീരം ഇതാകുമ്പോ ഉം. പ്രശ്നാവും. എന്ത് പ്രശ്നം? അത് ഹോസ്പിറ്റലൊക്കെ നിന്ന് ഉറക്കെല്ലാം കുഞ്ഞിട്ടാന്ന് പറഞ്ഞപ്പോ. അങ്ങനെയല്ലാന്ന്, ഉം. എനക്ക് ഉം. ആടെ കൊറേ പണികളുണ്ടാവും. ഇല്ല. നമ്മക്കിനെ പോണ്ട. നീ പോകാണ്ടിരിക്കുന്നത് നമുക്ക് നല്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിക്കും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയാലോ. എന്നാ അതാ നല്ലേ. ഓക്കെ, ഞാനേ എന്നല്ല എനിക്ക് നല്ലയാണോ എനക്ക് നല്ലയാണോ? നമുക്ക് രണ്ടാക്കും നല്ലേ. പിന്നെ ഓർഡർ കൊടുക്കാനുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോൺ ബിസിയാ. ഓക്കെ.